ഡ്യൂട്ടി എടുത്ത് വീണ്ടും ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ KSRTCയുടെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി കരുതൽ അതിനാവശ്യമുണ്ട്. ഇന്നലെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ബംഗളൂരിലേക്ക് പോയ KSRTC ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും സൈൻ ബോർഡിൽ ഇടിച്ചുകൊണ്ട് ബസ് മറിയുകയും ചെയ്തത്. അതിലാണ് കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള 2 പേർ മരിച്ചത്. വെള്ളയിൽ സ്വദേശിയായിട്ടുള്ള മിഥിലേഷും അതുപോലെ തന്നെ കാവുനഗർ സ്വദേശിയായിട്ടുള്ള അരുൺ കൃഷ്ണനുമാണ് മരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരുൺ കൃഷ്ണൻ്റെ വീട്ടിലാണ്. പൊതുദർശനം തുടരുകയാണ്. ഈ വലിയ ഒരു ദുഃഖമാണ് ഈ നാടിനെ സംബന്ധിച്ച് അവരുടെ വിയോഗം ഉണ്ടാക്കുന്നത്. വലിയ രീതിയിൽ ആളുകളുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്ന വളരെ നല്ല നാടിൻ്റെ സമ്പത്തായ 2 വ്യക്തികളുടെ വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അരുൺ കൃഷ്ണനെ കാണാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുമായിക്കൊണ്ട് നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ ചേരുന്നുണ്ട്. വളരെ പ്രിയപ്പെട്ട 2 പേരുടെ വിയോഗമാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും നാടിന് താങ്ങാനാവുന്നതിലധികം വേദന ഇവിടെ എത്തിയ ആളുകൾ തന്നെ അത് വിളിച്ചു പറയുന്നുണ്ട്. വലിയ ദുഃഖമാണ് ഈ നാടിനുണ്ടായിട്ടുള്ളത്. ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ചെറുപ്പക്കാരനാണ്. അതോടൊപ്പം തന്നെ വളരെ ആത്മാർത്ഥമായി ജോലിയെ കാണുകയും അതിൽ വലിയ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു അപകടം ജോലിക്കിടയിൽ സംഭവിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. ഒരിക്കലും അത് താങ്ങാനാവാത്ത വേദനയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 2 കുടുംബത്തെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് അധികം ഒരു സഹായമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും ചെറിയ നിലയിൽ വന്ന് ജോലി കിട്ടി, പക്ഷേ ആ ജോലി ഇല്ലാതാകുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ചേർത്തുപിടിക്കൽ അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കരുതൽ. വീണ്ടും ഡബിൾ ഡ്യൂട്ടി എടുത്ത് വീണ്ടും ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ KSRTCയുടെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി കരുതൽ അതിനാവശ്യമുണ്ട് എന്നാണ് ഞാൻ ഈ ഒരു അപകടം നമ്മളോട് പറയുന്നത്. കാരണം ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അശ്രദ്ധമായ, പ്രത്യേകിച്ച് മഴ പെയ്യുന്ന കാലം, വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോലിയാണ് ദീർഘദൂര ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉറക്കമില്ലാതെ ഓടിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് കൂടിയാകും എന്നാണ് നമ്മളോട് ഈ ഒരു അനുഭവം നമ്മളോട് പറയുന്നത്. എന്തായാലും 2 കുടുംബങ്ങളെയും സർക്കാർ സഹായിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 2 പേരുടെയും പൊതുദർശനം തുടരുകയാണ്.